ഹലോ, 9ാം ക്ലാസ്സിൻ്റെ ഫൈനൽ എക്സാമിൻ്റെ മാത്സിന് ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സംഖ്യാരേഖയിലെ ബിന്ദുക്കളായ 0 നിന്ന് 3ലേക്കുള്ള അകലം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ 3 ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് ചെയ്യുക? 0 - 3 ഇട്ടിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അങ്ങനെയാണെങ്കിൽ സംഖ്യാരേഖയിൽ -1 നിന്ന് -1, 6 എന്നീ സംഖ്യകൾ സൂചിപ്പിക്കുന്ന ബിന്ദുക്കൾ തമ്മിലുള്ള അകലം കണക്കാക്കാനാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. -1 - 6, അപ്പോൾ എത്ര കിട്ടും? മൈനസും അടുത്ത് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ആക്കും അല്ലേ? 7 ആക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ 7 ആണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ഈ സ്ക്രീനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് നോക്കിക്കോളൂ. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആൻസർ 3, രണ്ടാമത്തെ ആൻസർ 7. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഫിസിക്സിൻ്റെ എക്സാമിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഇതുപോലെ ആ ക്വസ്റ്റ്യൻ നിന്ന് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 27/1000 ദശാംശ രൂപം എഴുതാനാണ്. അത് 0.027 ആണ് കേട്ടോ. ദശാംശ രൂപം ഇട്ടിട്ട് എഴുതാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കാം. 0.39ൻ്റെ ഭിന്നസംഖ്യാരൂപം എത്രയാണ്? അത് നമുക്കറിയാം. 39/100. ഓക്കെ, 100 ആണ് നമ്മളെ ഇതിൻ്റെ ആൻസർ കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആണല്ലോ? 1 മുതൽ 1ൻ്റെ എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, 2 എ ബി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 16, 14, 18, x 15 എന്നീ സംഖ്യകളുടെ ശരാശരി 16 ആണ്. എക്സിൻ്റെ വില കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് നമ്പർ തരും, ഇടയ്ക്ക് വല്ല എക്സോ വൈയോ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ളത് എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കണം. ഓക്കെ, 16, 14, 18, 15 ഇത്രയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 63 കിട്ടും. ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മുടെ ശരാശരി ഇവിടെ എത്ര തന്നത്? 16 ആണല്ലേ? ഓക്കെ, ശരാശരി 16 ഉണ്ട്. ഇവിടെ നമ്പർ എത്രയുണ്ട്? 1, 2, 3, 4, 5 ആൾക്കാരുണ്ട്. അപ്പോൾ 16 × 5 ചെയ്ത് നോക്കുക. നമ്മുടെ ശരാശരി കേട്ടോ ഈ 16നെ നമ്മളെ നമ്പർ കൊണ്ട് ഗുണിക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 80 കിട്ടും. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ കിട്ടിയ 80 നിന്ന് നമ്മളെ സമ്മ് മൈനസ് ചെയ്യാം. നമ്മളെ ആകെ തുക 63 അല്ലേ? അപ്പം ഈ 80 - 63 ചെയ്തിട്ടുണ്ടെങ്കിൽ 17 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതാണ് ഇവിടുത്തെ എക്സിൻ്റെ വില. 17 ആണ് എക്സിൻ്റെ വില. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് ചേർത്ത് ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് എന്തൊക്കെ ചെയ്ത് നമ്മളിവിടെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും ഒന്ന് കൂട്ടി നോക്കി. കൂട്ടിയപ്പോൾ നമുക്ക് 63 കിട്ടി. അതിനെ ഒരു ഭാഗത്ത് വെച്ചു. നമ്മുടെ ശരാശരി എടുത്തിട്ട് നമ്പർ കൊണ്ട് ഗുണിച്ചു. നമ്പർ എത്രയാണ്? 5 എണ്ണം ഉണ്ട് അല്ലേ? ഓക്കെ, 16 മുതൽ 15 വരെ 5 എണ്ണം ഉണ്ട്. ആ 5 വെച്ച് ഗുണിച്ച് നോക്കിയപ്പോൾ നമുക്ക് 80 കിട്ടി. എന്നിട്ട് നമ്മൾ 80 നിന്നും നമ്മൾ ടോട്ടൽ ചെയ്ത സംഖ്യ 63 മൈനസ് ചെയ്തപ്പോൾ 17 ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? യെസ്, സിമ്പിളാണ് കേട്ടോ. ഇതൊക്കെ 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊന്നും തെറ്റിക്കരുത് കേട്ടോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. √3 × √12 തുല്യമായ എണ്ണൽ സംഖ്യ ഏതാണ്? 6 ആണ് കേട്ടോ. 6 ആണ്. ഇനി അടുത്തത് നോക്കാം. √12/√3 അത് 2 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക 25 ആണ്. ഈ സംഖ്യകളുടെ മാധ്യം കാണുക. അപ്പോൾ ആദ്യത്തെ 5 ഒറ്റ സംഖ്യ ഏതൊക്കെയാണ്? നമുക്കറിയാം. 1, 3, 5, 7, 9 അല്ലേ? 1, 3, 5, 7, 9. ഓക്കെ ആണല്ലോ? അപ്പോൾ അത്രയും ചെയ്യുമ്പോൾ നമുക്ക് 25 ആണെന്ന് കിട്ടും. ഇതിൻ്റെ മാധ്യം കാണുക എങ്ങനെയാണ്? അപ്പോൾ കിട്ടിയ ഉത്തരം ഡിവൈഡഡ് ബൈ ഇത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 അല്ലേ? 25/5. അപ്പോൾ എത്ര കിട്ടും? 5.
ഓക്കെ, അതാണ് ഇതിൻ്റെ മാധ്യം. 5 ആണ് കേട്ടോ അതിൻ്റെ ആൻസർ. മനസ്സിലായല്ലോ? ആദ്യത്തെ 5 ഒറ്റ സംഖ്യകളുടെ തുക 25 ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സംഖ്യകളുടെ മാധ്യം കാണാൻ 25 ഡിവൈഡഡ് ബൈ എത്ര സംഖ്യകൾ തന്നിട്ടുണ്ടോ അത് എണ്ണി നോക്കി എഴുതുക. സെറ്റാണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ മാധ്യം എത്രയാണ്? അത് നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കൂ. ഞാനിവിടെ കാണിച്ചു തരാം, എന്നാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എന്നാലും ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ പറയണത്. 2, 4, 6, 8, 10 അല്ലേ? ആദ്യത്തെ 5 ഇരട്ട സംഖ്യകൾ എഴുതി. അതിൻ്റെ തുക എത്രയാണ്? തുക നമ്മൾ കൂട്ടി നോക്കിയാൽ 30 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 30 ഡിവൈഡഡ് ബൈ ഇത് എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം. 30 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ 6 ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മാധ്യം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എളുപ്പമാണല്ലോ, സെറ്റ് അല്ലേ? അപ്പം നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. സിമ്പിളാണ്. ആദ്യത്തേൻ്റെ ആൻസർ അപ്പോൾ 5 ആണ്, രണ്ടാമത്തേൻ്റെ ആൻസർ 6 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുഞ്ഞ് ചെയ്തതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ ഒരു മാധ്യം കാണാനുണ്ട്, അതുപോലെ തന്നെ ആകെ കുട്ടികളുടെ എണ്ണം കാണാനുണ്ട് അല്ലേ? ഒരു ക്ലാസ്സിലെ കുട്ടികളെ ഗണിത പരീക്ഷയിൽ ലഭിച്ച സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ സ്കോറും തന്നിട്ടുണ്ട്, കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് കാണുക? അത് സിമ്പിളാണല്ലേ. കുട്ടികളുടെ എണ്ണം 40 ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ 40 കിട്ടും. ഓക്കെ, ഇനി സ്കോറിൻ്റെ മാധ്യം എങ്ങനെയാണ് കാണുക? അതിന് നമുക്ക് ഒരു എക്സ്ട്രാ കള്ളി കൂടെ വരയ്ക്കണം. അതിൻ്റെ ആൻസർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കുട്ടികളുടെ എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കാം. യെസ്, നമ്മൾ സ്കോറിൻ്റെ മാധ്യം കാണുന്നത് ഇതിങ്ങനെയാണ്. സ്കോർ എഴുതുന്നു, കുട്ടികളുടെ എണ്ണം എഴുതുന്നു, വിഭാഗ മാധ്യമം കാണുന്നു. അതായത് നമുക്ക് 2 ഡിജിറ്റല്ല തന്നത്, 0 മുതൽ 10 വരെ, അതുപോലെ 10 മുതൽ 20 വരെ, അങ്ങനെയാണല്ലോ തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 0 + 10 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 5 കിട്ടും അല്ലേ? ഇതാണ് പറയുന്നത്. അങ്ങനെ ഓരോന്നിൻ്റെതും നമ്മളിങ്ങനെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് 5, 10, 15, 20, 25 ഈ ഒരു ഓർഡറിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആകെ സ്കോർ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളുടെ എണ്ണം അത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? 5. അത് ഇൻറ്റു നമുക്ക് സെക്കൻഡ് ചെയ്തപ്പോൾ വിഭാഗ മാധ്യമം എത്ര കിട്ടിയത്? 5. അപ്പോൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ 25 കിട്ടും. ഓക്കെ ആണല്ലോ? അങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുക. ഇവിടെ 7 × 15 105. അങ്ങനെ ഇത്രയും ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1500 ടോട്ടൽ കിട്ടും. ഓക്കെ ആണല്ലോ? എന്നിട്ട് നമ്മൾ സ്കോറിൻ്റെ മാധ്യം കാണാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പം നമുക്ക് ടോട്ടൽ കിട്ടി. ടോട്ടൽ സ്കോർ എത്രയാണ്? ഇതാ ഇവിടെ നോക്കൂ, 1500 എന്ന് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 40 ആണല്ലേ? അപ്പോൾ 1500 ഡിവൈഡഡ് ബൈ 40 37.5 ആണ് സ്കോറിൻ്റെ മാധ്യം. ഓക്കെ ആണല്ലോ? നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തൊന്ന് നോക്കി വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ആൻസറും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 1-2 എണ്ണം ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മഴയുടെ അളവും ദിവസങ്ങളുടെ എണ്ണവും കാണിക്കുന്ന പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരാശരി മാധ്യം കണക്കാക്കുക. ഓക്കെ ആണല്ലോ? മഴയുടെ അളവ് ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ദിവസങ്ങൾ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ശരാശരി മാധ്യം കണക്കാക്കാൻ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതും. സിമ്പിളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യത്തെ കോളത്തിൽ 54 ഉണ്ട്. 54 × 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 162 എന്ന ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഇത് എല്ലാം ചെയ്യണം അല്ലേ? ഇതെല്ലാം ഇൻറ്റു ചെയ്ത് നമുക്കൊരു ആൻസർ ഇതുപോലെ ഇവിടെ എഴുതി വെക്കുക. ഓക്കെ, ഇനി ഞാൻ ആൻസർ കാണിച്ചു തരാം. യെസ്, അപ്പം നമ്മളിതാ ആകെ മഴയുടെ അളവ് 54 × 3 162. അങ്ങനെ എല്ലാം ചെയ്തിട്ട് നമുക്ക് അവസാനം 1579 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആകെ ദിവസങ്ങൾ നമ്മളെല്ലാം കൂടി ഈ ദിവസങ്ങളൊക്കെ കൂട്ടിയിട്ട് നമുക്ക് 30 എന്ന് കിട്ടി. ഇവിടെ 1579 എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ അതിനെ ഡിവൈഡ് ചെയ്യുക അല്ലേ? ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്മൾ ദിവസങ്ങൾ 30 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതാ 52.6 നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? ഇങ്ങനത്തെ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അല്ലേ? യെസ്.
എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ സമഗ്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടും. അതിൻ്റെ ആൻസറും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളിതൊന്നും എല്ലാം വർക്കൗട്ട് ചെയ്യണം. ഇതിന്ന് ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് 24 സെൻറ്റിമീറ്റർ, ഒരു മൂലകേന്ദ്രമായും വശത്തിൻ്റെ നീളം ആരമായും വൃത്തത്തിൻ്റെ 1/4 വൃത്താംശം വരച്ചിരിക്കുന്നു. അപ്പോൾ എ ക്വസ്റ്റ്യൻ എന്താണ്? സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? വൃത്താംശത്തിൻ്റെ പരപ്പളവ് കാണുക. നിറം കൊടുത്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കാണുക. അതായത് നമുക്ക് മിക്കവാറും കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെ ഒരു ചിത്രം കൊടുക്കും, എന്നിട്ട് നമ്മളോട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കാണാനായിരിക്കും ചോദിക്കുക കേട്ടോ. മിക്കവാറും അങ്ങനെയാണ് കാണാറ്. ഇനി മാറ്റം വരുമെന്നറിയില്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ പരപ്പളവ് കാണാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മളോട് ചോദിക്കുക. ഓക്കെ, അതിൻ്റെ ആൻസർ നോക്കാം. ക്വസ്റ്റ്യൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ആൻസർ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 24 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു സൈഡ് 4 സൈഡ് ഉണ്ടാവും അതിന്. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 6 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഒരു വശം 6 സെൻറ്റിമീറ്റർ ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ്റെയും സി ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പോസ് ചെയ്ത് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. എന്നിട്ട് ആൻസർ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നമുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിത്രത്തിൽ എ ബി വ്യാസമായ അർദ്ധവൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ഓ. എ ബി 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ ആരം എത്രയാണെന്നാണ് എ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് കണക്കാക്കുക. സി കണ്ടോ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് കണ്ടെത്തുക. സെയിം ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ എന്താണ്? ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ ആരം എത്രയാണ്? ആൻസർ നോക്കാം. 6/2 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 6/2 ആണ് 3 സെൻറ്റിമീറ്റർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് നിങ്ങൾക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് നമ്മളോട് എ ബി 12 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവിടം മുതൽ ഇതുവരെ 12 സെൻറ്റിമീറ്റർ ആണല്ലേ? ഓക്കെ, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ ആരാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് 12 ആണെന്നുണ്ടെങ്കിൽ എ മുതൽ ഒ വരെ എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലേ? ഒ ടു ബിയും 6 ആയിരിക്കും. ഇത് രണ്ടും കൂടിയാണ് 12. അപ്പം നമുക്കിവിടെ ചെറിയ വൃത്തം എന്ന് പറയുന്നത് ഇതല്ലേ നമ്മുടെ ചെറിയ വൃത്തം? ഇത് 2 എണ്ണം. അപ്പോൾ ഇതിൻ്റെ ഡയമീറ്ററാണ് ഇവിടെ 6 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആരം എത്രയായിരിക്കും? അതായത് വ്യാസം 6 ആണെന്നുണ്ടെങ്കിൽ ആരം എത്രയായിരിക്കും? അതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ? 3 ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് 6/2 3 ആൻസർ വന്നത്. മനസ്സിലായല്ലോ? അത് സിമ്പിൾ അല്ലേ? സംഭവമൊന്നുമില്ല. എ മുതൽ ബി വരെ നമുക്ക് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഇതും 6 ആയിരിക്കും, ഇതും 6 ആയിരിക്കും ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു വൃത്തത്തിൻ്റെ ആരാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ വ്യാസം കണ്ടില്ലേ? 6 ആയി കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ പകുതി 3. സിമ്പിളാണല്ലോ. ഇനി ഒരു ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ അറിയാലോ. ബി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതാ ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് 1/2 × π × 3² = 9π/2. ഓക്കെ ആണല്ലോ. ഇനി ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ പരപ്പളവ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ കാണുക? യെസ്, വലിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവ് മൈനസ് ചെറിയ അർദ്ധവൃത്തത്തിൻ്റെ പരപ്പളവാണല്ലേ? ഓക്കെ, -2 × ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസർ 9 കിട്ടും. സെറ്റാണല്ലോ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പം ചോദിക്കാനും ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വർഷം ചോദിക്കാൻ ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സമചതുര സ്തംഭത്തിൻ്റെ പാദവക്കിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും വ്യാപ്തം 588 ഘനസെൻറ്റിമീറ്ററും ആണ്. സ്തംഭത്തിൻ്റെ പാദ പരപ്പളവ് എത്രയാണെന്നും അതുപോലെ തന്നെ സ്തംഭത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാനുമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ നോക്കാം. സ്തംഭത്തിൻ്റെ പാദ പരപ്പളവ് അത് നമുക്ക് എന്താണ്? 7 × 7 ആയിരിക്കും അല്ലേ വരിക? യെസ്, പാദവക്കിൻ്റെ നീളം നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ 7 × 7 49 എന്ന് വരും.
ഓക്കെ ആണല്ലോ. സ്തംഭത്തിൻ്റെ പാദപരപ്പളവ് 49 ആണ് കേട്ടോ. ഇനി സ്തംഭത്തിൻ്റെ ഉയരം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഉയരം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ഇപ്പം നമുക്ക് 49 കിട്ടിയല്ലേ. അപ്പം 49 ഉയരം ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? 588. അപ്പോൾ ഉയരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 588 ഡിവൈഡഡ് ബൈ 49. അപ്പോൾ നമുക്ക് 12 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ബീൻ്റെ ആൻസർ കാണാൻ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ വ്യാപ്തത്തിന് പാദപരപ്പളവ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. യെസ്. അപ്പോൾ ഇവിടെ 588 ഡിവൈഡഡ് ബൈ 49. അപ്പോൾ നമുക്കവിടെ 12 എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ ആദ്യത്തെ എന്താ? സ്തംഭത്തിൻ്റെ പാദപരപ്പളവ് 7 × 7 ദാറ്റ് ഈസ് 49. ഓക്കെ ആണല്ലോ. യെസ്. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ പട്ടികയിൽ ചില സമബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണവും ഒരു പുറം കോണിൻ്റെ അളവും തന്നിരിക്കുന്നു. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നോക്കാം. പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് സിമ്പിളാണല്ലേ. ഇവിടെ നോക്കിയാൽ മതി എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. എല്ലാം 360. ഈ കോണ് ഇവിടെ എന്താണ്? 3. അപ്പോൾ ഡിവൈഡഡ് ബൈ 3. ഇവിടെ നോക്കും 360 ഡിവൈഡഡ് ബൈ ഈ കോളത്തിൽ എന്താണോ അതന്നെ എഴുതിയാൽ മതി. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യും? 360 ഡിവൈഡഡ് ബൈ 10. തൊട്ടിപ്പുറത്ത് വരുമ്പോൾ 360 ഡിവൈഡഡ് ബൈ n. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ മാർക്ക് കിട്ടി. ഇനി അടുത്തത് നോക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? പട്ടിക വിശകലനം ചെയ്ത് സമബഹുഭുജങ്ങളിൽ വശങ്ങളുടെ എണ്ണവും ഒരു പുറം കോണിൻ്റെ അളവും ഏത് തരം അനുപാതത്തിലാണെന്ന് എഴുതുക. അപ്പോൾ എന്താണ് നമുക്കറിയത്? വശങ്ങളുടെ എണ്ണം ഒരു പുറം കോണിൻ്റെ അളവും വിപരീത അനുപാതമാണല്ലേ. ഓക്കെ, വിപരീത അനുപാതത്തിലായിരിക്കും. അപ്പോൾ ആനുപാതിക സ്ഥിരം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ 360 ആണല്ലേ. യെസ്, സോറി, 360. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ 360 ഡിവൈഡഡ് ബൈ 10. ഇവിടെ 360 ഡിവൈഡഡ് ബൈ n. ഇവിടെ വിപരീത അനുപാതത്തിലായിരിക്കും കേട്ടോ. വിപരീത അനുപാതത്തിലും ആയിരിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കുറച്ച് ചാൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഇത്രയാണ് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കൂ കേട്ടോ.